പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്ന് മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈനിങ് ബ്ലൗസിന് നമ്മൾ ടക്ക് അടിക്കുമ്പോൾ അതിൻ്റെ ആ ടക്ക് വെളിയിൽ കാണാതെ മറച്ച് നമുക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഈ മെയിൻ ടക്ക് ഇങ്ങനെ അടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ 3 ടക്കും നമുക്കിങ്ങനെ മറച്ചടിക്കാവുന്ന ആ രീതി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ, അത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ടെക്കിൻ്റെ ഒക്കെ സെൻട്രൽ ലൈൻ ഉണ്ടല്ലോ, ഈ സെൻട്രൽ ലൈനിൽ കൂടെ നമ്മൾ നൂല് ആദ്യം നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മളെല്ലാ ടക്കിനും ഇങ്ങനെ സെൻട്രൽ ലൈനിലൂടെ നമ്മളിങ്ങനെ ഓരോ സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം നമ്മളിങ്ങനെ ഈ തുണികളുണ്ടല്ലോ, അതാത് തുണി ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് പിടിക്കുക. ലൈനിങ് തുണി ഒരുമിച്ച് ഇങ്ങനെ മടക്കി പിടിക്കുക, ബ്ലൗസിൻ്റെ തുണി ഇങ്ങനെ ഒരുമിച്ച് മടക്കി പിടിക്കുക. അതിനുശേഷം നമ്മളുണ്ടല്ലോ, നമ്മളിവിടെ ആ സ്റ്റിച്ച് വന്നേക്കണുണ്ടോ, അവിടം വരെ നമ്മളിങ്ങനെ മടക്കണം. അല്ല, ഇങ്ങനെ 2 തുണി നമ്മളിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ മടക്കണം. അതിങ്ങനെ മടക്കുക. അതിനുശേഷം നമുക്ക് ആ ടക്കിൻ്റെ വീതി എത്രയാണോ ആ വീതിക്കനുസരിച്ച് നമ്മൾ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ടക്ക് പോയിൻ്റ് അടിച്ചു നിർത്തിയേക്കണ ആ പോയിന്റിൽ നിന്ന് ടക്കിൻ്റെ വീതി എത്രയുണ്ടോ അത്രയും നമ്മളിങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ തുമ്പ് നമ്മൾ 2 സൈഡും ഉള്ളിലായി 2 സൈഡും ഒരേപോലെ നമുക്ക് കാണത്തക്കവണ്ണം അതിൻ്റെ തുമ്പ് നമ്മൾ ഉള്ളിലാക്കി. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ സൈഡുണ്ടല്ലോ, അങ്ങനെ ബാലൻസ് ഉള്ള തുമ്പ് നമ്മളിങ്ങനെ അങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഞാൻ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കണ്ടോ, അകവും പുറവും നമുക്ക് ഒരേപോലെ നമുക്കിങ്ങനെ കിട്ടും. കണ്ടോ, ഇനി നമുക്ക് ഈ അടുത്ത ടക്കും അതുപോലെ തന്നെ ചെയ്യാം. ഇങ്ങനെ ലൈനിങ് തുണി മാത്രം ഇങ്ങനെ മടക്കി പിടിക്കുക, ബ്ലൗസിൻ്റെ തുണിയും നമ്മളിങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തേക്കണയിടം വരെ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ മടക്കുക. അവിടെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയേക്കണ ആ പോയിന്റിൽ നിന്ന് ഈ ടക്കിൻ്റെ വീതി എത്രയാണോ അത്രയും വീതിക്ക് നമ്മൾ ഇങ്ങോട്ട് അടിച്ചെടുക്കുക. അങ്ങനെ ആ ടക്ക് നമ്മൾ അടിച്ചു. ഇനി നമ്മൾ ഈ ആമോളിൻ്റെ അവിടെ നിന്നുള്ള ടക്ക് അതും അതേപോലെ തന്നെ നമ്മൾ ലൈനിങ് തുണി ഇങ്ങനെ മടക്കി പിടിക്കുക. അതിനുശേഷം നമ്മൾ നൂലിട്ടേക്കുന്ന അവിടം വരെ നമ്മൾ അടിച്ച് നിർത്തിയേക്കുന്ന അവിടം വരെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് 2 തുണി ഇങ്ങനെ ഒപ്പം പിടിക്കാം. അതിനുശേഷം നമ്മൾ ഇങ്ങനെ കൃത്യമായിട്ട് മടക്കണം, ഒപ്പം ഇങ്ങനെ മടക്കണം. എന്നിട്ട് ഈ ടക്കിന് വീതി എത്രയാണോ
അത്രയും വീതിക്ക് തന്നെ നമ്മൾ അടിച്ച് നിർത്തിയേക്കണേണം വരെ, ഈ നൂലിട്ട് നിർത്തിയേക്കണേണം വരെ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആ 3 ടക്കും നമ്മൾ അടിച്ചെടുത്തു. ഉണ്ടോ? അതിനെ നമ്മൾ മറിച്ചിട്ട് നോക്കി. ഉണ്ടോ? അതിൻ്റെ അകത്തും പുറത്തും ഒരേപോലെ തന്നെ നമുക്ക് അങ്ങനെ നമ്മൾ 3 ടക്ക് നമ്മൾ അടിച്ചെടുത്തു. കേട്ടോ? ഇതിൻ്റെ അകവും പുറവും കേട്ടോ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കണം കേട്ടോ. ഇതങ്ങനെ എല്ലാ ടക്കുകളും നമുക്കിങ്ങനെ ഒളിച്ചടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ. നിങ്ങൾ ഇനി ലൈനിങ് ബ്ലൗസ് അടിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.